സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഈ ഗുണ്ടാവിളയാട്ടം നടക്കുന്നുണ്ട്. അതിൽ അല്പസമയം മുമ്പും തിരുവനന്തപുരത്ത് ആറ്റുകാല് പോലീസ് നോക്കി നിൽക്കുകയാണ് ഗുണ്ടാക്രമണം. ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഞങ്ങൾ ഇതിനു മുൻപേ പറഞ്ഞല്ലോ, ഗുണ്ടകളുടെ കൈപ്പിടിയിലാണ് കേരളം. മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസ് നിസ്സഹായരായി നിൽക്കുകയാണ്. 2000-ഓളം ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഏത് സമയത്തും ആരും കൊല ചെയ്യപ്പെടാം. ആരുടെ വീടും അടിച്ചു പൊളിക്കാം. ഞാൻ തന്നെ എത്രയോ വീടുകളിൽ പോയി. ഗുണ്ടകൾ അടിച്ചു പൊളിക്കുകയാണ് വീട്. ഇവർ ലഹരി മരുന്നും മാഫിയ ഗുണ്ടകളും കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. അവരുടെ കൺട്രോളിലാണ് കേരളം. അവരെ പേടിച്ച് കാപ്പ നിയമം പോലും നടപ്പാക്കുന്നില്ല സർക്കാർ. കാപ്പ പ്രകാരം പോലും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കൂടിയല്ലേ, എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ്. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ, കാണാൻ കഴിയാത്ത തരത്തിലുള്ള, ഒരു വിഷ്വലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക്, ക്രൂരമായ ആക്രമണങ്ങൾക്കാണ്. പ്രായവ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ്. കുഞ്ഞുങ്ങളെയും മുതിർന്ന ആളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ്. ലഹരി മരുന്നിൻ്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര. പാർട്ടിയാണ് ഭരിക്കുന്നത് പോലീസിനെ. ജില്ലാ കമ്മിറ്റിയാണ് SP-യെ നിയന്ത്രിക്കുന്നത്, SHOയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റിയാണ്. കണ്ടില്ലേ, പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ 5-ാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ, ഭർത്താവിൻ്റെ. പോലീസ് സ്റ്റേഷനിൽ പോയി. എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ആ കുട്ടി. അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല 5 ദിവസം കഴിഞ്ഞപ്പോൾ. അത്രമാത്രം അതിനെ ആക്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SHO പരിഹസിക്കുകയാണ്. പോലീസുകാരുടെ തോളെ കൈയിട്ട് പ്രതികൾ നിൽക്കുകയാണ്. ഞാൻ ആ പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഗൗരവമുള്ള വിഷയമാണ്, നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് എടുത്തില്ല. എന്നിട്ട് അയാൾക്ക് നാട് വിടാനുള്ള സൗകര്യം പോലീസ് തന്നെ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറയും ഇപ്പോൾ ആളെ കിട്ടാനില്ല എന്ന് പറയുകയാണ്. മകളെ കല്യാണം കഴിപ്പിച്ച കൊടുത്ത മാതാപിതാക്കൾക്കുണ്ടായ ദുരന്തമാണ്. എന്നിട്ട് ആൾ രക്ഷപ്പെട്ടെന്ന് പറയുകയാണ്. പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യണ്ടല്ലോ. ഇത്രയും നിഷ്ക്രിയത്വം പോലീസ്. ഇതുപോലത്തെ ഒരു ക്രൂരമായ സംഭവം മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവരെ പരിഹസിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ. അവർ പരിഹസിക്കപ്പെടുകയാണ്, അവർ ആക്ഷേപിക്കപ്പെടുകയാണ്. അത്രമാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ഇതല്ലേ സംഭവം. ഇത്ര മാധ്യമങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു വലിയ വിഷയം. എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്.